ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ പുതിയ അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അതിനിടെ കേസിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സന്നിധാനത്ത് പരിശോധന നടത്തി. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും ഇളക്കിയെടുത്ത് തൂക്കം പരിശോധിച്ചു. ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ് കുമാർ, പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും ഇളക്കിയെടുത്ത് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ശബരിമലയിൽ നടക്കാനിരിക്കുന്നത്? വിനേഷ്. ദിലീപ് കുമാർ, ഇപ്പോഴും SIT സംഘം ശബരിമല തന്നെയുണ്ട്. ഇന്നലെ 5 മണിയോട് കൂടിയാണ് സംഘം എത്തിയത്. 5 മണിക്ക് തന്നെ, കൃത്യം 5 മണിക്ക് തന്നെ നട തുറന്നു. ആ സമയത്ത് തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ആ പരിശോധന 7:30 ആയപ്പോഴത്തേക്കാണ് പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ മറ്റുള്ള കട്ടിളപ്പാളിയും ഇളക്കിയെടുത്ത് ലീഗൽ മെട്രോളജി വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. അവർ കൃത്യമായി തന്നെ അതിൻ്റെ പരിശോധന ആരംഭിച്ചു. പക്ഷേ ഇതുവരെയും ഇളക്കിയെടുത്ത പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ ഈ കട്ടിളപ്പാളിയുടെ ഒരു ഭാഗവും പഴയ പോലെ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടില്ല. കാരണം അതിപ്പോഴും പരിശോധന തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സംഘം ഇപ്പോഴും ശബരിമല തന്നെയുണ്ട്. കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും. ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പാണ് ഇപ്പോൾ സംഘം വീണ്ടും പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ സാമ്പിളുകൾ എടുത്ത് അത് പരിശോധനയ്ക്ക് അയക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇത് പരിശോധനയ്ക്ക് കൃത്യമായി അയക്കുകയും ചെയ്തതാണ്. ഇത് അവസാനമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് അവസാനമായി നടത്തേണ്ട ഒരു പരിശോധന മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ SITയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ്, എത്ര ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രഭാമണ്ഡലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ കട്ടിളപ്പാളിയിൽ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് അതിനുശേഷമായിരിക്കും കുറ്റപത്രത്തിലേക്ക് കടക്കുക. നമുക്കറിയാം 13 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കേസിൽ കൃത്യമായി തന്നെ കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം കോടതി അനുവദിക്കുകയും ചെയ്തതാണ്. കുറ്റപത്രം പഴുതടച്ചുകൊണ്ട് പ്രതികൾ ആരും രക്ഷപ്പെടാതിരിക്കാൻ പാകത്തിന് തയ്യാറാക്കണം. അതിന് സമയമെടുക്കുമെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം നൽകുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകേണ്ടതുള്ളത്. കുറ്റപത്രം നൽകുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഒപ്പം തന്നെ കൂടുതൽ പ്രതികൾ ഇതിലുണ്ടോ എന്നത് ഉൾപ്പെടെ ഉണ്ടാകും. കൂടുതൽ അറസ്റ്റിലേക്ക് വേണ്ടി വന്നാൽ പോകും എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.